ഗായ്സ്, വെൽക്കം ടു ലെജൻഡ് റീനു. അപ്പോൾ ഗായ്സ് വാട്ട്സപ്പ് ഗായ്സ്, വെൽക്കം ടു ലെജൻഡ് റീനു. അപ്പോൾ ഗായ്സ് നമ്മളിന്ന് ബേബിനെല്ലാം ആണ് ഗായ്സ് കളിക്കുന്നത്. നൈറ്റ് 1. ഓക്കെ. ഓ ഗായ്സ്, നമ്മളങ്ങനെ ബേബിയുടെ വീട്ടിലോട്ട് കയറിപ്പോയി. പിന്നെ ഗായ്സ് ഇവിടെ ഒരു പുലി ഇരിക്കുന്നത്. ഫ്രീ സോളോ soul trapped baby yellow has been set free. Okay guys, and guys, നമുക്ക് കാർഡ് കണ്ടത് വേണ്ട. നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഫ്രിഡ്ജിനകത്ത് പാലുണ്ട്, അത് എടുക്കണമെന്നാണ് ഗേസ്. ഞാൻ ഫോണിലാണ് കളിക്കുന്നുണ്ട്. ഇത് മൂവ് ചെയ്യിപ്പിക്കാൻ കുറച്ച് പാടാണ്. ഓക്കെ, നമുക്ക് ബോട്ടിൽ കിട്ടി. ഗേസ്, വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക. ഇത് മര്യാദയ്ക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അയ്യോ ഗേസ്, മൂവ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. എന്നെ കഷ്ടമാണ് ആലോചിച്ചോ. കണ്ടോ, ഇതൊക്കെ ആരെടുത്ത്? അയ്യോ ഗേസ്, അനങ്ങാൻ പറ്റുന്നില്ല. ഗേസ്, ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, എന്നാലും ചെറിയ രീതിയിൽ. ഓക്കെ, നമുക്ക് ഇതുകൊണ്ട് ഈ മാക്രിക്ക് കൊടുക്കാം. മാക്രി കാര്യം സഹിച്ചു. ഇങ്ങനെ എടുത്തൊന്ന് കളിപ്പിക്കാന്ന് ഓർത്താം. അവിടെ കാണാം, രണ്ട് കൈയും ഇടിക്കും. ഇവിടെ അടുത്ത സോള് ഹെഡ് മൂഡ് അൺലോക്ക് ഇടാവാ. ഇവിടെ നിന്ന് ബേബി എന്ത്? ബേബി എൻ്റെ ഇടയിലുണ്ടോ? ഇവിടെ ഒന്നുമില്ല. സച്ചറക്കൻ്റെ കണ്ണ് കണ്ടായിരുന്നു. ഈ ചെറുക്കനാണ് ശരിയല്ല. എൻ്റെ പൊന്നോ, ചെറുക്കനാണ് ശരിയല്ല. സ്നാപ്പ് എടുത്തിട്ടുണ്ട്. ടേക്ക് ബേബി ടു ദി ബെഡ്. എവിടെയാണ് ബെഡ്? ഇതാ ഇവിടെ സോഫയല്ലേ? മണ്ടയിലോട്ട് വരുന്നുണ്ട്. ഇപ്പോഴേ ഞാൻ കാണുന്നത് ഇതായിരിക്കും. ലോക്കാണ്. ഓപ്പൺ ചെയ്യാം. ഇതല്ല, ഇതില്ല. വാഷിംഗ് മെഷീനകത്ത് തിരിച്ചിറക്കാനായിട്ട് കറക്കിയാലോ? അയ്യോ, എന്നിട്ടോ ഓണാക്കാൻ പറ്റുമോ? നോക്കട്ടെ. അയ്യോ, ഓണാക്കാൻ പറ്റും. സ്പീഡ് കിടന്ന് ഉരുണ്ട് കളിക്കുന്നു. അയ്യോ, പൊട്ടി പോവും. കാലൊക്കെ വെള്ളോട്ട് വന്നു. ബേബിനെ കേടുത്തോ ഗൈസ്. ഇത്രയും തല കറങ്ങിണ്ട്. അവൻ്റെ കണ്ണ് മാത്രം വേറെ പൊസിഷനിലൊക്കെ കറങ്ങുന്നു. ഈ മുട്ട ഒന്ന് അടിച്ച് പൊട്ടിയാണ് എനിക്ക്. ഇതാണ് ഈ ബെഡ്. ഫൈൻഡ് ദി സ്റ്റോറി ബുക്ക് ആൻഡ് സിറ്റ് ഡൗൺ. ചെസ്സിൻ്റെ ബുക്ക്. ഇതൊക്കെ ഇട്ട് കൊടുക്കാവോ പന്ന ബേബി? ബേബിക്ക് അതൊക്കെ ഇട്ട് കൊടുക്കുക. ഓ ഗൈസ്, സ്റ്റോറി ബുക്ക് സാധനം എടുത്തു. ഗൈസ്, നമ്മളവിടെ ഇരുന്നു. ദി പ്രിൻസസ് ആൻഡ് ദി ക്യാറ്റ്. അക്രോസ് ദി ഹോർ ഇൻ എ ഡിസ്റ്റൻസ് ലീഡ് വിത്ത് ഡാർക്ക് ആൻഡ് സ്റ്റാർസ് ഓവർഹെഡ്. Prince was jumped on his bed and found a secret garden. Said the cat much delight exactly to explore in the night. Guys, ആ ചെറുക്കനില്ലേ? ചെറുക്കൻ്റെ മോന്ത കാണാൻ മറ്റേ ഇവൻ്റെ ക്യാറ്റിനെ പോലില്ലേ? ഇതൊക്കെ വായിച്ചാൽ മതി. ആ ചെറുക്കൻ സൈക്കോ ആണെന്ന് തോന്നുന്നു. ഓക്കെ, ചെറുക്കൻ ഉറങ്ങി. ലീവ് and close ചെയ്യാൻ. വെയിറ്റ് ഫോർ പേരൻസ് വാച്ച് TV ഓൺ ദി സോഫ. ഗീസിൻ്റെ പേരൻസ് വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. സോഫയിൽ TV കാണാനാണ് പറഞ്ഞത്. നമ്മളിരുന്നു TV ഇരുന്നതാണ്. ഗൈസ്, മറ്റേ ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്ന സാധനമല്ലേ ഇത്? ഗൈസ്, നമ്മൾ ഉറങ്ങിപ്പോയി. നമ്മൾ ഉറങ്ങിപ്പോയി. ബേബി എണീറ്റു. അയ്യോ, ഓർഡറാ. ഇല്ല, ബേബി അലമ്പുണ്ടാക്കും.
ആ കുണു സതിങ്ങാനും പോയി കരയാണെങ്കിൽ ഞാൻ പിന്നെ ഈ വാഷിംഗ് മെഷീനകത്തിട്ട് അലക്കും അതിൻ്റെ. ഓ ആ ചെറുക്കൻ മാടായി ഗൈസ്. മാട് ചെറുക്കനിട്ട് വാഷിംഗ് മെഷീനകത്ത് ഒന്നും കൂടെ ഇട്ട് അലക്കാം. നിന്നെ ഹാപ്പിയാക്കി ഇപ്പോൾ ഒരു വരിയുണ്ട്. ചിരിക്ക് ഇത്രേ ഉള്ളൂ. കൊച്ചു ആംഗ്രി ആവുകയാണെങ്കിൽ നമ്മൾ പിടിച്ച് ഇത് ഈ വാശി വിശാത്തിട്ട് കലക്കണം. ഇത്രേ ഉള്ളൂ. ചെറുക്കൻ്റെ ഉണ്ടക്കണ്ണ് അടിച്ച് പൊട്ടിക്കണം. ഓക്കെ, നമ്മൾ ഇന്നത്തെ പിന്നെയും കിടത്തി. കുട്ടി കറക്റ്റ് പ്ലഷറോ ഇതാണോ? ടാറ്റുണ്ട്, ഇതിട്ട് കൊടുക്കുക. യോ ചെറുക്കന് ആംഗ്രി മാറി. ലീവ് ആൻഡ് ക്ലോസ് ദി ഡോറ്. ചെറുക്കനെ ഓർക്കൊന്നും വേണ്ടേ? എന്നെ പൊട്ടറാന്ന് ആലോചിച്ച് നോക്ക്. ഇവൻ ഈ പണിക്കൊന്നുമല്ല ഏസ് വന്നേ. ഇവൻ വെറുതെ കിടന്ന് ഉറങ്ങാനാണ് വന്നത്. 4 മോറ് സോൾസും കൂടെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ആ പെട്ടി ഓപ്പൺ ചെയ്യാൻ പറ്റും. നമുക്ക് ആ സോള് കണ്ടുപിടിക്കാം ഗൈസ്. എന്തായിരിക്കും സാധനം? ഫ്രിഡ്ജ് അടയ്ക്കാൻ പറഞ്ഞു ഗൈസ്. എല്ലാവരുടെ പേരൻസൊക്കെ വന്ന് എന്നെ ശാപ്പാടാക്കിയെടുത്ത് തിന്നും. ഡോക്ടർ ഗിഫ്റ്റ് ലോക്കഡ് ഫ്രീ 10 മോർ സോൾ ഗൈസ്. ഞാൻ പറഞ്ഞില്ല സോള് വേണം ഗൈസ് എല്ലാത്തിനും. ഓക്കെ, വേറെ സോളൊന്നും കണ്ടില്ല. നമുക്ക് അത് കിടന്ന് ഉറങ്ങാം ഗൈസ്. നമ്മളിവിടെ ഉറങ്ങുകയാണ്. ടോസ്റ്റർ. ഞാൻ പറഞ്ഞില്ലേ ടോസ്റ്ററാണ്. പിന്നെയും കിടന്ന് ഉറങ്ങുവാണ് പൊട്ടൻ. എടാ പോയി പണിയടാ മണ്ടോദര. ഗൈസ് കഴിഞ്ഞോ ഫസ്റ്റ് ചാപ്റ്റർ? നൈറ്റ് 2 ആണ് ഗൈസ്. ഇതിന് എന്നെ വരെ നോക്കാം. നമ്മൾ പിറ്റേ ദിവസം പിന്നെയും വന്നു തോന്നുന്നു. ചെറുക്കനെ കാണുന്നില്ലല്ലോ. ആ ചെറുക്കനെ ഇവിടെ നിന്നത് പറഞ്ഞു കാണത്തില്ല. ഇങ്ങനെ ചെറുക്കൻ കിടന്ന് ഉറക്കമായിരുന്നു. ഇതാരാണ് അടച്ചത് ഗൈസ്? ബോർഡിൽ കാണുന്നില്ല. ഈ ഡോർ ആരോ പൂട്ടി. ഇവിടെ എല്ലാം കീ ഉണ്ടോ? ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. ഇതിനകത്തെല്ലാം കീ ഉണ്ടോ? ഓ ബോർഡിലിറ്റീസ്. യോ ഇപ്പൊ തുറന്നു. നമുക്ക് കീ അപ്പ് ചെയ്യണം ഗൈസ്. ഈ പറട്ട ബേബി ഗൈസ്. ഈ മാർഗരറ്റ് ബേബി ഉണ്ടല്ലോ. നമ്മൾ ആദ്യം വന്നപ്പം നമ്മൾ ആദ്യം വീട്ടിനകത്ത് കയറിയില്ലേ? അപ്പം ഇവനിവിടെ ഇല്ലായിരുന്നു. ഞാൻ ഓർത്ത് കിടന്ന് ഉറങ്ങി കാണുന്നു. ഇവനെ ഇങ്ങനെ കിടത്തിക്കോളാം. അവൻ്റെ ഉണ്ടക്കണ്ണടിച്ച് പൊട്ടിക്കണം. നമ്മളെ പണി എടുക്കുന്നത് ഒന്നാമത് ഈ ജോയിസ്റ്റിക്ക് മര്യാദയ്ക്കാണാകത്തില്ല. കൊച്ചു കാലം TV കൊണ്ട് ഇരിക്കുക. പാമ്പേഴ്സ് ഓ അവന്മാരോട്ട് കയറിപ്പോയി നോക്കുന്നു. ഇവൻ ഈ ചെറുക്കൻ്റെ റൂമിനകത്തോട്ട് കയറിപ്പോയി. പോ ഇതിനകത്ത് സ്പ്രിന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഇതെല്ലാം കറിയുണ്ടോ? ഇതിനകത്തൊന്നുമില്ലേ? എല്ലാം തുറന്നിരിക്കുക. വെച്ചേക്കാം. നാപ്പി എവിടെ പോയി? നാപ്പി ഒന്നും ഇവിടെ ഇല്ല. എന്നാലും എവിടെ പോയി? ഞാൻ മിസ് ചെയ്ത്. ഇതൊക്കെ എവിടെ കൊണ്ടുപോയിക്കാ?
ഓ ഗൈസ് നമ്മളത് പൊട്ടിച്ച്. ഗൈസ് നിങ്ങൾ കണ്ടായിരുന്നു ഇത് എവിടെ പോയെന്ന്? ഓ ഷിറ്റ്, ഇതെവിടെയോ പോയി ഗൈസ്. ക്യാച്ച് നാപ്പി എനിക്കൊന്ന് റൂമിൽ നിന്ന് ഇറങ്ങി കാണത്തില്ലെന്ന്. അതെ ഗൈസ് ഇത് തുറന്നിരിക്കുമല്ലായിരുന്നല്ലോ, ഇത് അടച്ചിട്ടേക്കുമല്ലായിരുന്നു. ഓ ഗൈസ് പിന്നെ എമർജൻസി ബ്രേക്ക് ഗ്ലാസ്. ഗൈസ് ഇത് ബേബിക്ക് ഇട്ട് കൊടുക്കാനുള്ള സാധനമാണോ? പിന്നെ ഇവിടെ ലോഗോ. ഗൈസ് ഈ ലോഗോ അല്ലേ നമ്മൾ കളി ചാപ്റ്റർ എഴുതി കാണിച്ചെടുത്തുകൊണ്ടേ. എന്തായാലും ജീവനുള്ള നാപ്പിയാണ് ഗൈസ് നമുക്ക് നമ്മുടെ കൊച്ചിനിട്ട് കൊടുക്കുന്നത്. ഈ പരട്ട കൊച്ച് നിന്നെ ഇങ്ങനെയും കൊണ്ട് ചിരിപ്പിക്കണോ? കണ്ടോ ആ ചെറുക്കനെ കണ്ടോ? ഇതല്ലേ അല്ലായിരുന്നോ നേരത്തെ? പിന്നെ വാഷിംഗ് മെഷീനകത്തിട്ട് അലക്കട്ടാടാ പോട്ട. ഈ പൊട്ട ബേബിക്കൊന്നും അറിയത്തില്ലല്ലോ, സുഖിച്ചിരുന്നോളും. കിടന്ന് കറങ്ങുവാണ് ഗൈസ്. ക്യാച്ച് പിടിക്കണം ഗൈസ്. പെട്ടെന്ന് കണ്ടു മാറിയോന്ന് ഡൗട്ട്. ഓക്കെ നമ്മൾ ചെറുക്കനെ എടുത്തു. മാങ്ങാത്തൊലി ചെറുക്കനെ പിന്നെ ഇങ്ങോട്ടിടാം കേസ്. നമ്മൾ ദി പ്രിൻസ് ആൻഡ് ദി റാബിറ്റ് കേസ്. നമ്മൾ മുയലിൻ്റെ ചാപ്റ്ററാണ് ഇനി വായിച്ചു കൊടുക്കുന്നത്. കേസ് നമ്മളിതെല്ലാം വായിച്ചു കൊടുക്കണം കേസ്, നമുക്കിതൊന്നും കേൾക്കണ്ട. ചെറുക്കന് ഇഷ്ടപ്പെട്ടില്ല കേസ്. അയ്യോ ഐ തിങ്ക് എനിക്ക് ഈ സ്റ്റോറി ലേസ് ഈ റാബിറ്റിൻ്റെ സ്റ്റോറിക്കകത്തിരുന്ന അതേ പാവ എടുത്ത് കൊടുക്കണമെന്ന് തോന്നി. ഞാൻ കൊടുത്തു വിട്ടുണ്ട്. നിനക്ക് ഇതിനെ പിടിച്ച് ഞമ്മി തിന്നതല്ലേ ഗീസ്? ഈ പാവം ബേബിക്ക് കൊടുക്കുന്ന മൊത്തം ഉണ്ടല്ലോ ഹൊറർ മൂവീസാണ്. അപ്പോൾ ഗീസ് നമുക്ക് ഒന്നുകൂടി ഇരുന്ന് റീഡ് ചെയ്യാം. നമുക്ക് സ്കിപ്പ് ചെയ്യാം ഗൈസ്. ഗൈസ് നമ്മളങ്ങനെ സ്കിപ്പ് ചെയ്തു. ചിറക്കാൻ പൂക്കുറ്റി ഉറക്കായി ഗൈസ്. എന്നാൽ ഇവിടെ അല്ല സോളുണ്ടെങ്കിൽ നല്ല ഗൈസ്. അൾട്രാ ലോ ഡെഫിനിഷൻ അൺലോക്ക്ഡ് ഗൈസ്. നമുക്ക് പോസ് ചെയ്യാനൊക്കെ പറ്റും ഗൈസ്. യോ ഇതിനെ ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. എനിവേ നമുക്ക് നേരെ പോവാം. അയ്യോ നമുക്കിതിന് ടോയ്സ് എടുക്കാം ഗൈസ്. ഗൈസ് ഇപ്പോൾ ടോയ്സ് എടുക്കാൻ പറ്റത്തില്ല, എന്നെ അറിയത്തില്ല. 2 സോൾസ് എക്സ്ട്രാ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ ഇവിടെ ഒന്നും ഇല്ല. ഓ ഒരു സോൾ കിട്ടി. ഞാൻ തറയിട്ട് പൊട്ടിച്ച് ഗൈസ്. ഒരു സോളും കൂടെ വേണം. ഒറ്റ സോളിനെ കാണുന്നില്ല. നമുക്ക് ഇവിടെ കൂടെ ഒന്ന് പോയേക്കാം ഗൈസ്. ഇവിടെ ഫോണൊക്കെ ഉണ്ട് ഗൈസ്. എന്തൊരു ഓപ്ഷൻ വന്നേ, എന്തോ ഒരു ഓപ്ഷൻ വന്നു ഗൈസ്. നോട്ട് ആൻ എമർജൻസി അല്ല ഗൈസ്. ഇങ്ങനെ പോയപ്പോൾ എന്തോ വന്നില്ലായിരുന്നു ഗൈസ്. വന്നു ഉറപ്പാ. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഒരു സോള് കാണും. ഓക്കെ ഗൈസ്, ഞാൻ ഇനി ഇവിടെ കൂടെ നോക്കാറുള്ളൂ. ഓ ഗൈസ് സോൾ കിട്ടി. ടോയ് ബോക്സ് അൺലോക്ക്. യു ക്യാൻ ഫൈൻഡ് ദ ടോയ് ബോക്സ് ഇൻ ദി ഹൗസ്. ഓ ഗൈസ് ടോയ് ബോക്സ് അൺലോക്ക് ചെയ്തു ഗൈസ്. ഗണ്ണ് കിട്ടി. എല്ലാം നിറയിട്ടേക്കാം. ബാസ്കറ്റ് ബോളൊക്കെ 100 അടിച്ചിട്ടേക്കാം. ഡോക്ടറോ
ബലൂൺ. ഓക്കെ നമുക്ക് ഈ മാറാം. പിക്കപ്പ് ഗ്ലോസി ഗണ്ണ്. ഫയർ ചെയ്യാവോ? അയ്യോ ഫയർ ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ്. എന്നെ കൂടെ ഗണ്ണ്. പറ്റും. പിന്നെ ടി വി ഉണ്ടോ? ഈ ടി വി അടിച്ചു പൊട്ടിക്കുക. ടി വി അങ്ങനെ പൊട്ടുന്നില്ല. ബാസ്കറ്റ്ബോൾ. നമ്മളടുത്ത് എറിഞ്ഞുണ്ട്. ഇതന്നെ ഇത് ബലൂണാണ്. കുറച്ച് വിടും. പക്ഷെ ഇത് കാറ്റ് പോയ ബലൂണാണ് തോന്നുന്നു. നമുക്ക് പിക്കപ്പ് എന്തോ സാലക്സാണ്. നമുക്ക് എന്തായാലും നമ്മുടെ പണി ചെയ്യാം. സറ്റ് ദി ഡോർ. ആരോ ഒന്ന് കോളിംഗ് ബെൽ അടിച്ചു. ഇത് ഡോക്ടറാണോ? കണ്ട് ഡോക്ടറാന്ന് തോന്നുന്നില്ലല്ലോ. എനിവേ നമുക്ക് ഓപ്പൺ ചെയ്യാം. നമ്മളിതല്ലേ മറ്റേ ഇതിനകത്ത് കണ്ടേ. എന്നാ മറ്റേ സെക്കൻഡ് put the box on the dining. Guys, തുറക്കാൻ പറ്റുന്നില്ല. എന്തോ പ്രശ്നമുണ്ട്. നൈറ്റ് 2 ആയതോളൂ ഗൈസ്. ഈ കേഴ്സ്ഡ് അടുക്കളല്ലേ? ഡൈനിങ് ടേബിൾ. ഓക്കെ ഗൈസ്, അടുക്കളയാണ്. സോറി, ഈ കേഴ്സ്ഡ് ആയിട്ടുള്ള എന്നാ ബേബി എടുത്തുകൊണ്ടാണ് ഗൈസ് നമ്മളെ ബേബി സിറ്റ് ചെയ്യാൻ പോയത്. അതിന് എന്തിനാണ് ഫസ്റ്റ് ഡേ തന്നെ ഇത്രയൊക്കെ കണ്ട പോരായിരുന്നു? അപ്പോൾ ഗൈസ് അതിപ്പോൾ ഞാനായിരുന്നെങ്കിൽ ആ ബേബിയുടെ പിന്നെ ബേബി മറ്റേ ഇത് കാണിക്കത്തില്ലേ, ബേബിയുടെ കൂടെ നാപ്പി എടുത്ത് ഓടത്തില്ലേ, അപ്പോഴേ ഞാൻ ഇറങ്ങി ഓടിക്കണേ. അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് പാർട്ടായിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് ബൈ.